ഹായ് ഡിയോസ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ മലയാളത്തിലെ 3ാമത്തെ യൂണിറ്റ് മനുഷ്യൻ്റെ കൈകൾ എന്നുള്ള യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് എടുക്കുന്നത്. കുഞ്ഞനുറുമ്പും കുട്ടിയോളും എന്ന ചാപ്റ്ററാണ് കേട്ടോ ഇത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ വീഡിയോസ് എല്ലാം STD3 2024 എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇനി മലയാളത്തിൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD3 മലയാളം എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. കുഞ്ഞനുറുമ്പും കുട്ടിയോളും. കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർത്തപ്പോൾ കുന്നോളം കുറിയരി കൂമ്പാരം. കൂട് തകർന്നൊരു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം. കൂട് തകർത്തവരാരെല്ലാം കൂടെ കുറിയരി ചിന്നിയോരാരെല്ലാം. കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും എണ്ണിപ്പറഞ്ഞു കടിക്കുന്നു. കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർത്തൊരു കൂട്ടുകാരിന്നൊന്നറിയണം. കൂടൊന്നു തീർക്കാൻ കുന്നോളം ത്വരം വീടാക്കി മാറ്റാൻ മലയോളം. MB മോഹനനാണ് എഴുതിയത്. തപ്പ് കൊടുക്കിയാൽ എന്തുണ്ട് എന്നുള്ള പുസ്തക സമാഹാരത്തിൽ നിന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കിയാലോ. ഓരോ വരികളുടെ അർത്ഥം നോക്കാം. കുഞ്ഞനുറുമ്പിൻ്റെ വീട് ആരോ തകർത്തിട്ടുണ്ട് അല്ലേ, അതായത് ഉറുമ്പിൻ്റെ കൂടുണ്ടല്ലോ, അതാരോ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർത്തപ്പോൾ കുന്നോളം കുറിയരി കൂമ്പാരം. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ എന്തായിരുന്നു? കുറിയരി കൂമ്പാരം, ചെറിയ ചെറിയ അരിയുടെ കൂമ്പാരം. അപ്പോൾ അരിയാണോ ഇവിടെ ഉദ്ദേശിച്ചത്? അല്ല, നമ്മളുടെ ഉറുമ്പിൻ്റെ മുട്ട ഉണ്ടാവുമല്ലോ, അത് അരി പോലെയല്ലേ ഉള്ളത്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഒരുപാട് മുട്ടയിട്ട് വച്ചിട്ടുണ്ട്. കൂട് തകർന്നൊരു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം. അപ്പോൾ കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർന്നപ്പോൾ അതിൽ കുഞ്ഞനുറുമ്പും അവൻ്റെ കുട്ടികളും ഭാര്യ, കെട്ടിയോളെന്ന് വെച്ചാൽ ഭാര്യയും പിന്നെ ഒരുപാട് കുറിയരി കൂമ്പാരവും ഉണ്ട് അല്ലേ. കൂട് തകർത്തവരാരെല്ലാം കൂടെ കുറിയരി ചിന്നിയോരാരെല്ലാം. അപ്പോൾ ആരാണ് കൂട് തകർത്തതെന്ന് കുഞ്ഞനുറുമ്പിനറിയില്ല. അതുപോലെ ആരൊക്കെയാണ് അവൻ്റെ മുട്ടകൾ ചിന്നുക എന്ന് വെച്ചാൽ ചിതറുക, മുട്ടകൾ ചിതറി ഇട്ടത് എന്നും അവനറിയില്ല. അപ്പോൾ അത് ആരാണെന്ന് അവർ ചോദിക്കുകയാണ്. കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും എണ്ണിപ്പറഞ്ഞു കടിക്കുന്നു. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? വന്നിട്ടുള്ളവരെ കടിക്കുകയാണല്ലേ. ഓരോന്ന് പറഞ്ഞിട്ട് ആരാണ് ഇതിൻ്റെ കൂട് തകർത്തതെന്ന് പറഞ്ഞിട്ട് കടിക്കുകയാണ്. കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർത്തൊരു കൂട്ടുകാരിന്നൊന്നറിയണം. കൂടൊന്നു തീർക്കാൻ കുന്നോളം ത്വരം വീടാക്കി മാറ്റാൻ മലയോളം. അപ്പോൾ അവരെന്താ പറയുന്നത്? ഞങ്ങളുടെ കൂട് തകർത്ത ഈ കുട്ടികൾ എന്തറിയണം? ഒരു കാര്യം അറിയണം. ഞങ്ങൾക്ക് ഇതുപോലെ ഈ വീടുണ്ടാക്കാൻ, കൂടും തീർക്കാൻ കുന്നോളം ത്വരം എന്ന് വെച്ചാൽ പണി അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ അധ്വാനം. കുന്നോളം അധ്വാനമുണ്ട്. അത് വീടാക്കി മാറ്റാനോ മലയോളം പണിയുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു വീട് കെട്ടുന്നത് പോലെ തന്നെയാണ് ഉറുമ്പിന് അവൻ്റെ വീട് കെട്ടുന്നതും. നമുക്കത് നശിപ്പിക്കാൻ എളുപ്പമായിരിക്കും, പക്ഷേ അവരത് എത്രയോ പണിപ്പെട്ടാണ് അവരവരുടെ വീടാക്കി മാറ്റുന്നത്. ഈ കവിതയുടെ ആശയം നമുക്കൊന്ന് എഴുതി നോക്കിയാലോ മക്കളെ. നോക്കിക്കേ, കവിതയുടെ ആശയം. കുഞ്ഞനുറുമ്പും കുട്ടിയോളും കുട്ടികളും അധ്വാനിച്ചു. പണിതുയർത്തിയ വീട് ആരോ തകർത്തു. കുഞ്ഞനുറുമ്പിൻ്റെ മുട്ടകളും ശേഖരിച്ചു വെച്ച അരിമണികളും എല്ലാം ചിന്നിച്ചിതറിപ്പോയി. ഉറുമ്പും കൂട്ടുകാരും ആരാണ് വീട് തകർത്തത് എന്നറിയാൻ പല ഭാഗത്തേക്കായി ഓടി. ആളെ കിട്ടിയപ്പോൾ കാലിൽ ഒരുപാട് കടിച്ചു. അവരുടെ കൂട് തകർത്തതിന് പ്രതികാരം എന്ന പോലെ. കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർത്തവർ ഒരു കാര്യം ഓർക്കണം എന്നീ കവി പറയുന്നുണ്ട്. ആ കൂടുണ്ടാക്കാൻ അവർ കുന്നോളം അധ്വാനിച്ചിട്ടുണ്ട്. അതൊരു വീടാക്കി മാറ്റാൻ മലയോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒറ്റ നിമിഷം കൊണ്ട് നമ്മൾ ചവിട്ടി തകർക്കുന്നത് ഉറുമ്പുകളുടെ വീട് മാത്രമല്ല, അവരുടെ അധ്വാനം കൂടിയാണ്. ചോദ്യം 1. കൂട്ടുകാരും ടീച്ചറും ഒത്ത് ഈ വരികൾ താളമിട്ട് ചൊല്ലി നോക്കൂ. ഇത് നിങ്ങൾ നല്ല താളത്തിൽ ടീച്ചറോടൊപ്പം ചൊല്ലി നോക്കണം കേട്ടോ. ചോദ്യം 2. വരികൾക്ക് ചേർന്നൊരു വായ്ത്താരി കണ്ടെത്താമോ? വായ്ത്താരി എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, പഴഞ്ചൊൽ പെരുമൊക്കെ പഠിച്ചപ്പോൾ അല്ലേ, വായ്ത്താരി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ഈ വരികൾക്ക് ചേർന്ന ഒരു വായ്ത്താരി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് പറ്റിയ 3 വായ്ത്താരികൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. തെയ് 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 തിന്തക തെയ്, ഏലേലം മേലോ ഏലേലം മേലോ, തിന്തക്കം തേയ് തെയ് തിന്തക്കം തേയ് തെയ്. ഇത് നിങ്ങൾക്ക് അതിന് പറ്റിയ രീതിയിൽ ചൊല്ലാൻ പറ്റിയ വായ്ത്താരികളാണ് കേട്ടോ. ഇനി ചോദ്യം 3. കുന്നോളം കുറിയരി കൂമ്പാരം എന്നതിനു പകരം കുന്നോളം ചെറിയരി കൂമ്പാരം എന്നായാലും അർത്ഥം മാറില്ല. താളത്തിൽ ചൊല്ലാനും പറ്റും. ഇവിടെ കുറിയരി എന്ന് തന്നെ വരുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ചർച്ച ചെയ്യുക. തീർച്ചയായും ഉണ്ട്. കുന്നോളം കുറിയരി കൂമ്പാരം എന്ന് പ്രയോഗിക്കുമ്പോൾ അവിടെ ക എന്ന അക്ഷരം ആവർത്തിച്ചു വരുന്നുണ്ട്. അത് ചൊല്ലുമ്പോഴുള്ള ശബ്ദഭംഗിയും താളവും മികച്ചതാക്കുന്നു. ചോദ്യം 4. അക്ഷരങ്ങൾ ആവർത്തിച്ച് ഭംഗി വരുത്തിയ വരികൾ ഈ കവിതയിൽ വേറെയുണ്ടോ? കണ്ടെത്തൂ. കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം, കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും.
ഈ വരികളെല്ലാം അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്ന വരികൾക്ക് ഉദാഹരണങ്ങളാണ്. ചോദ്യം 5. അക്ഷരാവർത്തനം വരുന്ന വരികൾ ടീച്ചറുടെ സഹായത്തോടെ നിർമ്മിച്ച് കൂട്ടുകാരത്ത് ചൊല്ലൂ. അങ്ങനെയുള്ള ഏതാനും കവിതകൾ ഞാനിവിടെ എഴുതുന്നുണ്ട്. നോക്കിക്കേ. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വച്ചു. ഇവിടെ ച എന്നുള്ള അക്ഷരം ആവർത്തിച്ചു വരുന്നുണ്ട്. അത് കവിതയ്ക്ക് ഭംഗി നൽകുന്നുണ്ട്. അതുപോലെ മറ്റൊരു ഉദാഹരണമാണ് കുഞ്ചിയമ്മയ്ക്കഞ്ചു മക്കളാണ്, അഞ്ചാമനോമന കുഞ്ചുവാണ്, പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു, പഞ്ചാര കുഞ്ചു എന്ന് പേര് വന്നു, വഞ്ചിയിൽ പഞ്ചാര ചാക്ക് വെച്ചു, തുഞ്ചത്തിരുന്ന് തുഴഞ്ഞു കുഞ്ചു, ഇഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു. ഇവിടെ ചായും ജ എന്നുള്ള അക്ഷരവും ആവർത്തിച്ചു വരുന്നത് ഈ കവിതയ്ക്ക് നല്ല ശബ്ദഭംഗി നൽകുന്നുണ്ട്. മറ്റൊരു കവിതയ്ക്ക് ഉദാഹരണമാണ് കൊച്ചുപൂച്ച കുഞ്ഞിനൊരു കൊച്ചമളി പറ്റി, കാച്ചിവെച്ച ചൂടുപാല് ഓടിച്ചെന്നു നക്കി, കൊച്ചുനാക്ക് പൊള്ളിയപ്പോൾ പാവം പൂച്ച കേണു, മ്യാവ് മ്യാവ് മ്യാവ്. ഇവിടെയും ച എന്നുള്ള അക്ഷരം ആവർത്തിച്ചു വരുന്നുണ്ട്. അത് ഈ കവിതയ്ക്ക് ഭംഗി നൽകുന്നുണ്ട്. 6ാമത്തെ ചോദ്യമാണിനി. വീടും കൂടും. ഏതെല്ലാം ജീവികൾ കൂടുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്? കുരുവി, കാക്ക, മനുഷ്യൻ, ഉറുമ്പ്, തേനീച്ച, വേട്ടാളൻ, കടന്നൽ, എക്സെട്ര എക്സെട്ര. ഒരുപാടുണ്ടല്ലേ, പിന്നെയുണ്ട്. ചോദ്യം 7. വേട്ടാളൻ മണ്ണുകൊണ്ട് കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? തേനീച്ച കൂടുണ്ടാക്കുന്നത് എന്തുപയോഗിച്ചാണ്? വേട്ടാളൻ മണ്ണുകൊണ്ട് കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. തേനീച്ച കൂടുണ്ടാക്കുന്നത് അതിൻ്റെ ശരീരത്തിലെ മെഴുക് ഗ്രന്ഥികൾ കൊണ്ടാണ്. ഒരുപാട് ചെറിയ അറകൾ കൂടിച്ചേരുമ്പോഴാണ് തേനീച്ചയുടെ കൂടാകുന്നത്. ചോദ്യം 8. കൂടൊന്നു തീർക്കാൻ കുന്നോളം തൊരം, വീടാക്കി മാറ്റാൻ മലയോളം. വീടുണ്ടാക്കാൻ വലിയ അധ്വാനം വേണം. നമ്മുടെയൊക്കെ വീടുണ്ടാക്കാൻ എന്തെല്ലാം തൊഴിലുകൾ ചെയ്യുന്നവരുടെ സഹായം വേണം? ചർച്ച ചെയ്യൂ. എഞ്ചിനീയർ വീടിന് പ്ലാൻ വരയ്ക്കാൻ വേണം, കൽപ്പണിക്കാർ വീട് പടുക്കാൻ, മേസ്തിരി ഭിത്തി കെട്ടാനും സിമൻറ്റ് തേക്കാനും, ടൈൽ പണിക്കാർ നിലം ടൈലിടാൻ, ആശാരി വാതിൽ, കട്ടിൽ, ജനൽ, അലമാര തുടങ്ങിയവ നിർമ്മിക്കാൻ, പ്ലംബർ പൈപ്പ് ടാപ്പ് എന്നിവ പിടിപ്പിക്കാൻ, ഇലക്ട്രീഷ്യൻ വയറിംഗ് പണികൾ ചെയ്യാൻ, പെയിൻറ്റർ വീട് പെയിൻ്റ് അടിക്കാൻ. ഇതുകൂടാതെ വേറെയും ഒട്ടേറെ ജോലിക്കാർ നമുക്ക് നമ്മുടെ വീടാക്കി മാറ്റാൻ ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് കുഞ്ഞനുറുമ്പും കുട്ടിയോളും എന്നുള്ള ഈ പാഠത്തിൽ ചെയ്യാനായിട്ടുള്ളത്. ചെറിയ പാഠമാണ്. ചെയ്ത പ്രവർത്തനങ്ങളും പാഠവും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റും വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കണേ. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്